നമസ്കാരം. മധ്യപൂർവേഷ്യയിലെ യുദ്ധമേഖലയിൽ നിന്ന് വീണ്ടും ഉയരുന്ന രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളുടെ ശബ്ദം. ഒരേ ലക്ഷ്യത്തോടെ മുന്നേറിയ കൂട്ടുകെട്ടിനുള്ളിൽ തന്നെ വിള്ളൽ പടരുന്ന സൂചനകൾ. ലോകശക്തികളുടെ നീക്കങ്ങൾ വീണ്ടും ചോദ്യചിഹ്നങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ ഒരുമിച്ച് നിന്നിരുന്ന അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ഒരേ പാതയിലാണോ അതോ വ്യത്യസ്ത ദിശകളിലേക്കാണോ നീങ്ങുന്നതെന്ന ചോദ്യമാണ് ആഗോള രാഷ്ട്രീയ വേദിയിൽ ഉയരുന്നത്. ഇറാനിൽ നിന്ന് US ഉടൻ പിൻവാങ്ങുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ അതേസമയം ആവശ്യമെങ്കിൽ തിരിച്ചുവരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ പ്രസ്താവനയിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു തന്ത്രപരമായ ഇടവേളയോ അതോ നിലപാടിലെ ആശയക്കുഴപ്പമോ എന്നതാണ് ഇപ്പോൾ വിശകലനങ്ങളുടെ കേന്ദ്രബിന്ദു. സൈനിക നീക്കങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ നിലപാട് യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം കൂടുതൽ ശക്തമാക്കുകയാണ്. ഇതേ സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വരികയാണ്. ഇറാനെതിരായ നീക്കങ്ങൾ തുടരേണ്ടതുണ്ട് എന്ന അദ്ദേഹത്തിന്റെ നിലപാട് അമേരിക്കയുടെ സമീപനവുമായി വ്യക്തമായ ഭിന്നതയാണെന്ന വിലയിരുത്തലുകൾ ശക്തമാക്കുകയാണ്. ഒരു വശത്തെ പിന്മാറ്റത്തിന്റെ സൂചനകളും മറുവശത്ത് ശക്തമായ സൈനിക നീക്കങ്ങൾ തുടരേണ്ടതുണ്ട് എന്ന ആവശ്യമുള്ള ഈ സാഹചര്യം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ ഏകോപനത്തിൽ വിള്ളൽ ഉണ്ടാകുന്നുവെന്ന സൂചന നൽകുകയാണ്. 2-3 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച വീഡിയോയിൽ US പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതോടെ ഹോർമൂസ് കള്ളിടക്ക് തുറക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം അതുവഴിയുള്ള എണ്ണ ചരക്കു നീക്കത്തെ ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ മാത്രമാകുമെന്നും പറഞ്ഞു വെച്ചു. ഇറാൻ അടച്ച ഹോർമൂസ് കള്ളിടുക്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ US-ന് ഒന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞു. യുദ്ധത്തിന്റെ 5-ാം ആഴ്ചയിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവനകളൊക്കെ പുറത്തു വന്നത്. ഇറാനെതിരെയുള്ള US-ന്റെ യുദ്ധ നടപടികളെ പിന്തുണയ്ക്കാനായി കൂടുതലൊന്നും ചെയ്യാത്ത നാറ്റോ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുള്ള അതൃപ്തിയും ട്രംപ് വ്യക്തമാക്കി. നിങ്ങൾക്കുള്ള എണ്ണ നിങ്ങൾ തന്നെ പോയി കണ്ടെത്തൂ എന്ന് അവരോടായി പറഞ്ഞു. ഇറാൻ പ്രസിഡന്റ് US-നോട് വെടിനിർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവകാശപ്പെട്ടു. എന്നാൽ ഹോർമൂസ് കപ്പലുകൾക്ക് പൂർണ്ണമായും തുറന്നു കൊടുത്താലേ US അക്കാര്യം പരിഗണിക്കൂവെന്നാണ് ട്രംപ് ബുധനാഴ്ച ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അതുവരെ ഇറാനെ തകർത്തുകൊണ്ടിരിക്കുമെന്നും ശിലായുഗത്തിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ ഇക്കാര്യം എന്നാൽ നിഷേധിക്കുകയാണ് ചെയ്തത്. വെടിനിർത്തൽ സംബന്ധിച്ച് US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിൽ നിന്ന് ഇറാന് നേരിട്ട് സന്ദേശം ലഭിച്ചിട്ടുണ്ടെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. അതേസമയം US-മായി ഇതുവരെ നേരിട്ട് ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്ന നിലപാടും അദ്ദേഹം ആവർത്തിച്ചു. ഈ ഭിന്നത വെറും പ്രസ്താവനകളുടെ തലത്തിലാണോ അതോ ഭാവിയിലെ സൈനിക നീക്കങ്ങളെയും നയതന്ത്ര ബന്ധങ്ങളെയും ബാധിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണോ എന്നതാണ് ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്ന പ്രധാന ചോദ്യം. വർഷങ്ങളായി മധ്യപൂർവേഷ്യയിൽ പരസ്പരം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഈ വ്യത്യാസം മേഖലയിലെ ശക്തി സമവാക്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാനിടയാക്കും. അതേസമയം ഈ നിലപാട് വ്യത്യാസം ഇറാനെ സംബന്ധിച്ചുള്ള തന്ത്രങ്ങളിലും പ്രതിഫലിക്കാനിടയുണ്ട്. അമേരിക്കയുടെ പിന്മാറ്റ സൂചനകൾ ഇറാനെ കൂടുതൽ ധൈര്യവാനാക്കുമോ അല്ലെങ്കിൽ ഇസ്രായേൽ ഏകപക്ഷീയമായി നീങ്ങുന്ന സാഹചര്യം സൃഷ്ടിക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അടുത്ത ദിവസങ്ങളിലെ നീക്കങ്ങളിൽ നിന്ന് വ്യക്തമായേക്കും. ആഗോള രാഷ്ട്രീയത്തിൽ കൂട്ടുകെട്ടുകൾ പലപ്പോഴും സ്ഥിരമല്ല എന്നത് ചരിത്രം തെളിയിച്ച സത്യമാണ്. എന്നാൽ യുദ്ധസമയത്ത് തന്നെ കൂട്ടാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത പ്രകടമാകുന്നത് അതിന്റെ ഗൗരവം ഇരട്ടിയാക്കുന്നു. ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഈ വ്യത്യസ്ത സ്വരങ്ങൾ മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തെ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നയിക്കുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.